നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം. ജ്യോതിഷമനുസരിച്ച് ഓരോ നാളുകാരും സന്ദർശിച്ചിരിക്കേണ്ടതായ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ സീരീസിന്റെ അവസാനത്തെ വീഡിയോയാണിത്. ആദ്യ 2 വീഡിയോകളും കാണാത്തവർക്ക് വേണ്ടി അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളായിരിക്കും. ആദ്യം തന്നെ ഉത്രാടം നക്ഷത്രം. പൊതുവെ ആരോഗ്യ സംബന്ധിയായ പല പ്രശ്നങ്ങളും ഉത്രാടം നക്ഷത്രക്കാരെ അലട്ടുന്നതായി കാണുന്നുണ്ട്. ഇതിവരിൽ ഭയവും അസ്വസ്ഥതയും ജനിപ്പിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്രാടം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ തുറവൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് തുറവൂർ മഹാക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായ ഉഗ്ര നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ഇരുമൂർത്തികളും ഒരേ നാലമ്പലത്തിന്റെ 2 ഭാഗങ്ങളിലായി തുല്യ പ്രാധാന്യത്തോടെ വാഴുന്നു. തെക്കുഭാഗത്തെ ശ്രീകോവിലിൽ സുദർശനമൂർത്തിയും വടക്കുഭാഗത്തെ ശ്രീകോവിലിൽ നരസിംഹമൂർത്തിയും കുടികൊള്ളുന്നു. തന്മൂലം ഇവരെ യഥാക്രമം തെക്കനപ്പനെന്നും വടക്കനപ്പനെന്നും വിളിച്ചു വരുന്നു. 2 കൊടിമരങ്ങളും 2 മേൽശാന്തിമാരുമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഭയം, ശത്രുദോഷം, രോഗപീഠ, ഉപദ്രവങ്ങൾ എന്നിവ ഇല്ലാതാകാൻ നരസിംഹമൂർത്തിയെയും സുദർശനമൂർത്തിയെയും ആരാധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഉത്രാടം നക്ഷത്രക്കാർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് സകല ഭയത്തെയും ആശങ്കകളെയും മറികടക്കാനും ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾ ഉണ്ടാകാനും ഇടയാക്കും. അടുത്തത് തിരുവോണം നക്ഷത്രം. പൊതുവെ ശത്രുക്കൾ ധാരാളമുള്ള നക്ഷത്രമാണ് തിരുവോണം. മാത്രമല്ല അത്യധ്വാനികളായതുകൊണ്ട് തന്നെ തിരുവോണം നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കാണിക്കാറുമില്ല. ഇത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. തിരുവോണം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം ഗുരുവായൂരാണ്. തൃശൂർ പട്ടണത്തിൽ നിന്ന് 26 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദരീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവുമധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ്. നമ്മുടെ എല്ലാവരുടെയും ഗുരുവായൂരപ്പൻ അവിടെയാണുള്ളത്. ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. എന്നിരുന്നാലും ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി. ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള ഭഗവാൻ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധനാമൂർത്തികളിൽ ഒരാളാണ്. പൊതുവെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത്. കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ കാണുന്നതിനുള്ള ഒരു കാരണം. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, അനന്തൻ തുടങ്ങിയവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ അദൃശ്യ സങ്കല്പമായി ശിവന്റെ ആരാധനയും നടക്കുന്നുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർ ഗുരുവായൂർ സന്ദർശിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങളെ സമ്മാനിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. പൊതുവെ മനഃശുദ്ധിയുള്ളവരും ദയാനുകമ്പയുള്ളവരുമാണ് അവിട്ടം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ചതിയിൽപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അവിട്ടം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ്. തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ശാക്തേയ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിന്റെയും കിള്ളിയാറിന്റെയും സംഗമസ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു. ക്ഷേത്രം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുവനന്തപുരം നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. തമ്പാനൂരിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. തെക്കേ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഹൈന്ദവ
ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത്. സാധാരണക്കാർ ആറ്റുകാലമ്മ എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ്വ അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നവളുമാണെന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. അവിട്ടം നക്ഷത്രക്കാർ ആറ്റുകാലമ്മയെ ദർശിക്കുന്നത് സങ്കടമുക്തിക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കും ഇടയാക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ക്ഷേത്രം വടക്കുന്നാഥ ക്ഷേത്രമാണ്. തൃശൂർ നഗരഹൃദയത്തിലുള്ള തേക്കിൻകാട് മൈതാനത്തിന്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതന കേരളത്തിലെ 108 ശിവാലയ സ്തോത്രത്തിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തെ ശ്രീമദ് ദക്ഷിണ കൈലാസം എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ശിവൻ, പാർവതി, ശ്രീരാമൻ, ശങ്കരനാരായണൻ, മഹാഗണപതി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ശ്രീ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന് തൃശൂരുമായി വളരെയധികം ചരിത്രപ്രധാനമായ ബന്ധമാണുള്ളത്. ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുന്നാഥ ക്ഷേത്രം 20 ഏക്കർ വിസ്താരമേറിയതാണ്. 4 ദിക്കുകളിലുമായി 4 മഹാഗോപുരങ്ങൾ ഇവിടെ പണി തീർത്തിട്ടുണ്ട്. വടക്കുന്നാഥന്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത്. അതിനാൽ തൃശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെ അല്ലാതെ കടന്നുപോകാൻ കഴിയില്ല. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ, നരസിംഹം, ഹനുമാൻ, വേട്ടയ്ക്കരൻ, നന്ദികേശ്വരൻ, പരശുരാമൻ, സിംഹോദരൻ, ആദിശങ്കരാചാര്യർ, ഋഷഭൻ, നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു. കൂടാതെ മതിൽക്കെട്ടിന് പുറത്ത് പ്രത്യേകം ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും പ്രതിഷ്ഠകളായുണ്ട്. ചതയം നക്ഷത്രക്കാർ ഇവിടം സന്ദർശിക്കുന്നത് മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കാൻ ഇടയാക്കും. അടുത്തത് പൂരുരുട്ടാതി. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ക്ഷേത്രം ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. എന്നിരുന്നാലും ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി. ചതുർബാഹു പ്രതിഷ്ഠയാണ്. സമാനമായ പ്രതിഷ്ഠ ഗുരുവായൂർ ക്ഷേത്രത്തിലും കാണാം. തിരുവാറന്മുളയപ്പൻ എന്ന് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 6 അടിയിലധികം ഉയരം വരുന്ന, അതായത് തന്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുളയിലാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഇവിടം സന്ദർശിക്കുന്നത് അങ്ങേയറ്റം ഐശ്വര്യദായകമാണ്. അടുത്തത് ഉത്രട്ടാതി. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ മൂക്കിൻ തുമ്പത്ത് ദേഷ്യമുള്ളവരാണ്. മാത്രമല്ല പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവവും ഇവർക്കുണ്ട്. ഇത് പൊതുവെ വലിയ പ്രശ്നമുള്ള കാര്യമല്ലെങ്കിലും അപൂർവം ചില സന്ദർഭങ്ങളിൽ ഇത് ഇവരെ വലിയ കുഴപ്പങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിശ്ചയമായും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. കോട്ടയം ജില്ലയിൽ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതുന്നു. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ, ശ്രീ പാർവതിക്കൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്നൊരു പേരുമുണ്ട്. ക്ഷേത്രാങ്കണത്തിന്റെ വടക്കേ അറ്റത്ത് 2 നില ഊട്ടുപുര. അവിടെ ക്ഷേത്ര കലാപീഠവും പ്രവർത്തിക്കുന്നു. ഊട്ടുപുരയുടെ വടക്കുമാറി അമ്പലക്കുളമാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ടുകായൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ, പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. വൃശ്ചിക മാസത്തിൽ കറുത്ത പക്ഷത്തിലെ നവമി ആറാട്ടുത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര, കുംഭമാസത്തിലെ ശിവരാത്രി, കുംഭാഷ്ടമി ചിറപ്പ്, മണ്ഡലകാലം, വിഷു എന്നിവയും വിശേഷമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഭഗവാന്റെ കടാക്ഷത്തിന് പാത്രമാകാൻ ഇടയാക്കും. അവസാനത്തേത് രേവതി.
രേവതി നക്ഷത്രക്കാരാണ് 27 നക്ഷത്രങ്ങളിലും വെച്ച് ഏറ്റവും അധികം ദൈവവിശ്വാസമുള്ളവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ദൈവാധീനം എപ്പോഴും ഉണ്ടായിരിക്കും. എന്നിരുന്നാലും രേവതി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അനന്തന്റെ പുറത്ത് ലക്ഷ്മി ദേവിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് ഇവിടെയുള്ളത്. രേവതി നക്ഷത്രക്കാർ ഇവിടം സന്ദർശിക്കുന്നത് ജീവിത വിജയത്തിനും മനഃശാന്തിക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കും ഇടവരുത്തും. Bye.